ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. കത്തിയുമായൊരു വികൃത ചിരിയോട് ആരുവിനരികിലേക്ക് നടന്നെടുത്തുകൊണ്ട് സീത പറഞ്ഞതും ആരും ഒന്ന് പതറി. പെട്ടെന്നാണ് കത്തി പിടിച്ച് സീതയുടെ കയ്യിൽ ഒരു ബലിഷ്ഠമായ കൈ മുറുകിയത്. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയവർ കാണുന്നത് ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന മഹിയാണ്. മഹിയുടെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ ആരുവിന് മനസ്സിലായി മഹി എല്ലാം കേട്ടു എന്ന്. മഹിയെ കണ്ടപ്പോൾ ആരുവിന് ആശ്വാസമായെങ്കിലും സീതയിൽ നിന്ന് അറിഞ്ഞതെല്ലാം മഹിയെ തകർത്തു എന്നത് ആരുവിനെ വേദനിപ്പിച്ചു. മഹിയെ സീത അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ പുറത്തു പോയിന്ന ധൈര്യത്തിലായിരുന്നു അവർ ആരുവിനോട് സത്യങ്ങളെല്ലാം വിളിച്ചു കൂവിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മഹിയെ കണ്ടപ്പോൾ അവരൊന്ന് പതറിപ്പോയി. മോനെ മായിക്കുട്ട, ഇവള് ബാക്കി പറയുന്നതിന് മുമ്പായി മഹിയുടെ കയ്യിൽ നിന്നും കിട്ടിയ അടിയിൽ അവർ നിലത്തേക്ക് തെറിച്ചു വീണിരുന്നു. മഹിയുടെ പ്രവൃത്തിയിൽ ആര് ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. നിങ്ങളെന്റെ അമ്മയെ കൊല്ലും ഞാൻ നിങ്ങളെ, ഒരു ഭ്രാന്തനെ പോലെ പറഞ്ഞ് മഹി അവർക്കരികിലേക്ക് പാഞ്ഞെടുത്തു. അവിടെ പ്രായം പോലും വകവെക്കാതെ സീതയെ അടിക്കാൻ തുടങ്ങി. ശബ്ദം കേട്ട് അങ്ങോട്ട് വന്ന് എന്തൊരു ദയയും കൂടാതെ സീതയെ അടിക്കുന്ന മഹിയെ കണ്ട് അമ്പരന്ന് പോയി. മോളെ എന്താ ഇത്? കാര്യം മനസ്സിലാകാതെ എന്നും ആരുവിന് അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. പിശാചാണമ്മേ അവര്, നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ എത്രയോ ദുഷിച്ചതാമ്മേ അവര്. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? ഇന്ദുവിന്റെ ചോദ്യം കേട്ടതും മാരുള്ളതെല്ലാം ഇന്ദുവിനോട് തുറന്നു പറഞ്ഞതും തൻ്റെ ഒറ്റ കൂട്ടുകാരിയായി യാമിനിയെ ഓർത്ത് ഇന്ദുവിന്റെ ഉള്ളം വേങ്ങി. ഇനിയും മഹിയെ തടഞ്ഞില്ലെങ്കിൽ സീത മരിച്ചു പോകും. ഈ അവസ്ഥയിൽ ആരുവിനെ കൊണ്ട് അത് പറ്റില്ലെന്ന് ഉറപ്പായതും ഇന്ദു വേഗം മഹിക്കരികിലേക്ക് ഓടി. മോനെ മായിക്കുട്ട, വേണ്ടടാ, വിടവരെ. ഇന്ദു മഹിയെ വട്ടം പിടിച്ച് തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇല്ല, കൊല്ലു ഞാനിവരെ. എന്റെ അമ്മയെ ഇവര്, എന്റെ അമ്മയെ ഇല്ലാതാക്കി ഇവരെ ഞാൻ കൊല്ലും. ആദ്യം മാഹിയൊന്നും വിതുമ്പിയെങ്കിലും അവസാനം ദേഷ്യത്തിൽ ഇന്ദുവിന്റെ കയ്യിൽ കിടന്ന് കുതിരക്കൊണ്ട് മാഹി പറഞ്ഞു. വേണ്ട മോനെ, പറയുന്നത് കേൾക്ക്. മാഹിയുടെ ഭാവകം കണ്ട് ഇന്ദു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വേണ്ട മാഹിയേട്ട, കൊല്ലണ്ട. അവർക്കൊന്ന് ജയിലിൽ പോയാ എനിക്ക് നമ്മുടെ കുഞ്ഞിനും പിന്നെ ആരാ ഉള്ളത്? മാഹിക്കരികിൽ വന്ന് അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആര് പറഞ്ഞതും മഹി നിറകണ്ണോട് ആരുവിനെ നോക്കി. അവളുടെ നെഞ്ചൊന്നും മുറിഞ്ഞു. പെട്ടെന്ന് ആരുടേക്കോ അടക്കി പിടിച്ച തേങ്ങയിൽ കേട്ടതും തിരിഞ്ഞു നോക്കിയ എല്ലാവരും കാണുന്നത് വാതിലിന്റെ അരികിലെല്ലാം കേട്ട് സർവ്വം തകർന്നവനെ പോലെ നിൽക്കുന്ന സൂര്യയാണ്. തന്റെ ജീവനായവളെ ഇല്ലാതാക്കിയത് സ്വന്തം കൂടപ്പുറപ്പാണെന്നത് സൂര്യനെ കൂടുതൽ വേദനിപ്പിച്ചു. കയ്യിലുള്ള കവറുകൾ നിലത്തേക്കിട്ട് വേദനയോടെ നെഞ്ചും പൊത്തിപ്പിടിച്ച് സൂര്യ താഴേക്ക് വീഴും മുമ്പ് മഹി ഓടിപ്പോയി താങ്ങി പിടിച്ചിരുന്നു. അച്ഛാ. സൂര്യയെ താങ്ങി പിടിച്ച് മഹി നിലത്തേക്കിരുന്ന് ഇടർച്ചയോടെ വിളിച്ചതും വേദനക്കിടയിലും സന്തോഷത്തിന്റെ കണ്ണു തുറന്ന് സൂര്യ മഹിയെ നോക്കി. വർഷങ്ങൾക്ക് ശേഷമുള്ള തന്റെ മകന്റെ വായിൽ നിന്ന് അച്ഛ എന്ന് വിളി കേട്ടതും ആ വേദനക്കിടയിലും സൂര്യയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. സൂര്യന്റെ അവസ്ഥ കണ്ടതും മാരു വേഗം വെള്ളമെടുക്കാൻ ഓടി. സൂര്യനെ താങ്ങി പിടിച്ചിരിക്കുന്ന മഹിയെ കണ്ടതും ആടികിട്ടി അവശനിലയിൽ കിടക്കുമ്പോഴും സീതയുടെ കണ്ണിൽ പകയാണ്. പെട്ടെന്ന് കിട്ടിയ ഊർജത്തിൽ തറയിൽ കിടന്ന കത്തിയും എടുത്ത് ആർക്കെങ്കിലും പ്രതികരിക്കാൻ പറ്റുന്നതിന് മുമ്പ് സീത മഹിക്ക് നേരെ കുതിച്ചു. അവിടെ മുഴങ്ങിക്കേട്ട അലർച്ചയിൽ സീതയുടെ മുഖം കൂടുതൽ തെളിഞ്ഞു. തോളിലായി കത്തി കുത്തിയിറങ്ങിയതും മാഹി വേദന കാരണമൊന്ന് ഉയച്ചു പോയി. മഹിയുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ചോരത്തുള്ളികൾ കണ്ടതും അവരുടെ മുഖം കൂടുതൽ തിളങ്ങി. മഹിയുടെ ദേഹത്തിൽ നിന്നും ചോര പൊഴിഞ്ഞത് കൂടെ കണ്ടതും സൂര്യയുടെ ഹൃദയം വീണ്ടും തകർന്നു. മോനെ. ആദ്യത്തെ നെടുക്കം മാറിയതും ഇന്ദു കരഞ്ഞുകൊണ്ട് മഹിക്കരികിലേക്ക് വന്നു. വീണ്ടും മഹിയെ കുത്താൻ പോകുന്ന സീതയെ ബലമായി തന്നെ തള്ളി താഴെയിട്ട് മഹിക്കരികിലേക്ക് വന്ന് തന്നെ നെരിയതിന്റെ തുമ്പ് കീറിയെടുത്ത് മഹിയുടെ മുറിവ് കെട്ടിവെച്ചു കൊടുത്തു. അത് കണ്ടുകൊണ്ടാണ് ആരും അടുക്കളയിൽ നിന്ന് വെള്ളമെടുത്ത് വരുന്നത്. മഹിക്ക് മുറിവ് പറ്റിയത് കണ്ട് ആര് വേഗത്തിൽ മഹിക്കരികിലേക്ക് നടന്നു. മഹിയേട്ടാ. ആരുവിന്റെ പതറിക്കൊണ്ടുള്ള വിളിയും വെള്ളമെടുത്ത ജഗ് നിലത്ത് വീഴുന്ന ശബ്ദം കേട്ടതും സൂര്യയെ താങ്ങി പിടിച്ച് എഴുന്നേറ്റ മഹി തിരിഞ്ഞു നോക്കിയതും കാണുന്നത് ആരുവിന്റെ കഴുത്തിൽ കത്തിവെച്ച് ക്രൂരമായ ചിരിയോടെ നിൽക്കുന്ന സീതയാണ്. മഹിയും ഇന്ദുവും ഞെട്ടിത്തരിച്ചു പോയി. തന്റെ വയറിനെ പൊതിഞ്ഞു പിടിച്ച് പേടിയോടെ ആരും മഹിയെ നോക്കി. അപജി, വേണ്ട, ആരുവിനെ വിട്. മഹി അവർക്കരികിലേക്ക് പതിയെ നടന്നെടുത്തുകൊണ്ട് പറഞ്ഞു. മാനസിക നില തെറ്റിയതുപോലെ നിൽക്കുന്ന സീതയെ കണ്ട് തൻ്റെ ആരുവിന് അവനെന്തെങ്കിലും ചെയ്യുമോ എന്ന് ആദ്യമായിരുന്നു അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു. തൻ്റെ മുറിവിന്റെ വേദനയെക്കാളും അവളെ വേദനിപ്പിച്ചത് സീതയുടെ കത്തിമുനക്ക് മുന്നിൽ പേടിച്ചു നിൽക്കുന്ന ആരുവിന്റെ മുഖമായിരുന്നു. അടുത്തേക്ക് വരണ്ട, കൊല്ലും ഞാനിവളെ. ആരുവിന്റെ കഴുത്തിലേക്ക് ഒന്നുകൂടെ കത്തി ചേർത്ത് വെച്ചുകൊണ്ട് സീത പറഞ്ഞതും മഹിയുടെ പാദങ്ങൾ നിശ്ചലമായി. ആയുഷ്, നീ ഈ നേരത്തെ എങ്ങോട്ടാ?
രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മുകളിലേക്ക് പോയ ആയുഷ് പുറത്തു പോകാൻ റെഡിയായി വരുന്നത് കണ്ട് ഭവാനി ചോദിച്ചു. അവരുടെ അടുത്തായുള്ള കാർത്തികയും ആയുഷിനെ സംശയത്തിൽ നോക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ അമ്മേ, ആരുവിന്റെ ഫാമിലിയിൽ എന്തോ പ്രോബ്ലം, അവളിപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന്. അവൾ എൻ്റെ ഫ്രണ്ട് ഹോസ്പിറ്റലിൽ കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാനവളെ കാണാൻ പോവാം. ഇന്നത്തോടെ ആ തെമ്മാടിയുമായിട്ടുള്ള സകല ബന്ധവും ഉപേക്ഷിച്ച് ഞാനവളെ കൊണ്ടുവരും. ആയുഷ് പറഞ്ഞത് കേട്ട് കാർത്തിക ഞെട്ടി. നീ എന്ത് വിവരദോഷ ആയിഷ ഈ പറയുന്നത്? ആ കുട്ടി ജീവിക്കുന്നത് അതിന്റെ ഭർത്താവിന്റെ ഒപ്പമാ. ഭാര്യ ഭർത്താവായി ജീവിക്കുമ്പോൾ അവർക്കിടയിൽ പല പ്രശ്നം ഉണ്ടാകും. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഭവാനി ദേഷ്യത്തിൽ പറഞ്ഞു. ആയിഷ ആരുവിനെ മഹിയിൽ നിന്നും അകറ്റാനുള്ള ശ്രമത്തിലാണെന്ന് ഭവാനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ആയിഷിനെ തടയുന്നത്. പക്ഷേ ആ ലൈഫ് അവൾക്ക് വേണ്ടമ്മേ. അത് നീയാണോ തീരുമാനിക്കുന്നത്? ആ കൊച്ചിന്റെ ജീവിതം തകർക്കാതെ ഉള്ളിലേക്ക് കയറി പോടാ. നീ അവളുടെ അരികിലേക്ക് പോയാൽ പിന്നെ ഞാനും നീയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകില്ല. എന്നോടുള്ള നിന്റെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ തിരികെ പോ. അമ്മ പറഞ്ഞത് കേട്ടതും അമ്മയെ എതിർത്ത് പോകാനൊക്കാതെ ആയുഷ് മുകളിലേക്ക് തന്നെ പോയി. പണിയെല്ലാം കഴിഞ്ഞതല്ലേ, നീയും പോയി കിടന്നു. കാർത്തുവിനോടായി അതും പറഞ്ഞ് ഭവാനി പോയതും കാർത്തു മുറിയിലേക്ക് നടന്നു. ആയുഷിന്റെ ഉള്ളിൽ ഇപ്പോഴും ആരുവാണെന്ന തോന്നൽ അവളുടെ ഉള്ളിൽ വല്ലാത്ത വേദന നിറച്ചു. എപ്പോഴും ആ താലിയും അതിന്റെ ഉടമയെയും അവൾ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. കാർത്ത് റൂമിലെത്തുമ്പോൾ കണ്ടിരുന്ന ദേഷ്യത്തിൽ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആയുഷിനെ. നെഞ്ചിൽ ഉരുണ്ടുകൂടിയ ഭാരത്തോടെ അവനെ ഒന്ന് നോക്കി കാർത്തു ബാത്റൂമിലേക്ക് നടന്നു. കാർത്തികേ. ഫ്രഷായി ഇറങ്ങി വന്ന ആയുഷിനെ നോക്കാതെ ബെഡിൽ വന്ന് കിടക്കാനാഞ്ഞ കാർത്തു ആയുഷിന്റെ വിളി കേട്ട് തിരിഞ്ഞു നോക്കി. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം, അമ്മയോട് പറയണ്ട. എങ്ങോട്ടാ? ആരുവിന്റെ അടുത്തേക്കാണോ? ആയുഷ് പറഞ്ഞത് കേട്ട് ഉള്ളിലെ സങ്കടം അടക്കി നിർത്തിക്കൊണ്ട് കാർത്തു ചോദിച്ചു. കാർത്തുവിന്റെ ചോദ്യത്തിന് അവളെ ഒന്ന് നോക്കുകയല്ലാതെ ആയുഷൊന്നും പറഞ്ഞില്ല. ആരുവിന്റെ അടുത്തേക്കാണെങ്കിൽ സാറ് പോകണ്ട. ആരുവിന് മഹിയേട്ടന് ഒത്തിരി ഇഷ്ടാ. തിരിച്ചു അതെ, എത്ര ശ്രമിച്ചാലും അവരകറ്റാൻ സാറിന് കഴിയില്ല. സാറിന് അവളോടുള്ള ഇഷ്ടം കൊണ്ടാണ് സാർ ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും വേണ്ട. മഹിയേട്ടനോടുള്ള ഇഷ്ടം മറന്ന് ആരൊരിക്കലും നിങ്ങളെ സ്വീകരിക്കില്ല. നിർത്തടി, നീ എന്താ പറഞ്ഞു വരുന്നത് എനിക്കറിയാം. ആരുഷനെ കാമുകയല്ല, എന്റെ കൂടെ പിറപ്പാ. ഒരച്ഛന്റെയും അമ്മയുടെയും മകളാടി ഞങ്ങള്. എന്നോ എനിക്ക് നഷ്ടപ്പെട്ടതാ എനിക്ക് അവളെ. തിരിഞ്ഞെ കണ്ടുപിടിച്ചെത്തിയപ്പോ മാഹി എന്ന തമ്മാടിയുടെ കയ്യിൽ കുടുങ്ങിപ്പോയിരുന്നവള്. മാഹിയെ പോലൊരുത്തന്റെ ഒപ്പം ജീവിച്ച് തീരേണ്ടതല്ല എന്റെ പെങ്ങളുടെ ജീവിതം. കാർത്തിക പറഞ്ഞു തീരും മുമ്പേ ആയിഷ അവൾക്ക് നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞതും കാർത്തു ആയുഷ് പറഞ്ഞത് കേട്ട് ഞെട്ടി നിന്നു. അതുകൊണ്ടാ ഞാൻ അവളെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിന് നീയൊന്നും മറ്റൊരർത്ഥം ഉണ്ടാക്കേണ്ട. ദേഷ്യത്തിൽ അതും പറഞ്ഞ് ആയുഷ് പുറത്തേക്ക് ഇറങ്ങി വാതില് ശക്തമായി വലിച്ചടച്ചു. അവൻ പറഞ്ഞത് കേട്ട് കാർത്തുവിന്റെ ഉള്ളിൽ ആശ്വാസം പറഞ്ഞു. എങ്കിലും ആയുഷിന്റെ അനിയത്തിയാണ് ആരു എന്ന കാര്യം അവളിൽ ഞെട്ടലും അത്ഭുതവുമായി നിന്നു. ഹോസ്പിറ്റലിലെ ഐസിയുവിന് മുൻപിൽ ഇരിക്കുമ്പോൾ മഹിയുടെ നെഞ്ച് ശക്തമായി ഇടിച്ചുകൊണ്ടിരുന്നു. മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചതും അവന്റെ ശരീരം വിറച്ചു. അതിന്റെ ഫലമായി മഹി തന്നെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന ആരുവിനെ ഒന്നുകൂടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. സീതയുടെ കത്തിക്ക് മുന്നിൽ നിന്നും ആരുവിനെ രക്ഷിച്ചത് ഇന്ദുവായിരുന്നു. സീതയുടെ ശ്രദ്ധ മാറിയ നിമിഷം അവരുടെ പിന്നിലൂടെ വന്ന് ഇന്ദു അവിടെയുള്ള ഫ്ലവർ വേസ് എടുത്ത് സീതയുടെ തലയ്ക്ക് ശക്തമായി അടിച്ചു. അടിയുടെ ആഘാതത്തിൽ സീത വീണതും ആ നിമിഷം തന്നെ മഹി ആരുവിനെ വലിച്ച് തന്നെ നെഞ്ചോട് ചേർത്തിരുന്നു. മഹിയുടെ നെഞ്ചോട് ചേർന്ന നിമിഷം പേടിച്ചുകൊണ്ട് ആരുവിന്റെ ബോധം പോയിരുന്നു. പിന്നൊരു നിമിഷം പോലും കാക്കാതെ സൂര്യയെയും ആരുവിനെയും കൂട്ടി അവർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ആരുവിനും വാവക്കും കുഴപ്പമൊന്നുമില്ലെങ്കിലും സൂര്യക്ക് ഇത്തിരി സീരിയസ് ആയിരുന്നു. മൈനർ അറ്റാക്ക് ആയിരുന്നു. ഉടനെ തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതും അതിന് ഒപ്പിട്ട് കൊടുത്തതും മഹിയായിരുന്നു. ഒപ്പിടുമ്പോൾ മഹിയുടെ കൈകൾ വിറച്ചു. കണ്ണുകൾ അച്ഛനെയോട്ട് നിറഞ്ഞൊഴുകി. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം സർജറി കഴിഞ്ഞുവെങ്കിലും ബോധം വീണ് മണിക്കൂറുകൾ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ലെന്ന വാക്കുകൾ അവരുടെ ഉള്ളിലെ കനലിന് അടക്കാൻ പറ്റിയവയായിരുന്നില്ല. എല്ലാം കൊണ്ടും മഹിയാകെ തകർന്നു പോയിരുന്നു. കുറച്ചു മാറി നിന്നിരുന്ന ഇന്ദുവിന് തകർന്നത് പോലെ ഇരിക്കുന്ന മഹിയെ കണ്ട് വല്ലാത്ത സങ്കടം തോന്നി. മാഹിക്ക് സൂര്യയെയും ഇന്ദുവിനെയും ഓർക്കുമ്പോൾ തനിക്ക് വേണ്ടി ജീവിച്ച് അവരെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും വേദനിപ്പിച്ചത് ആലോചിച്ച് വല്ലാത്ത കുറ്റബോധം തോന്നി. ഇന്ദു ഇടപെട്ടില്ലെങ്കിൽ തൻ്റെ ജീവിതം ഇന്ന് എന്താക്കുമായിരുന്നു? അവനവരെ നന്ദിയോടെ ഒന്ന് നോക്കി. തൻ്റെ തോളിലേക്ക് കണ്ണുനീർ തുള്ളി ഉറ്റി വീണതും മഹിയുടെ നെഞ്ചോട് ചേർന്നിരുന്ന ആരും മുഖമുയർത്തി മഹിയെ നോക്കി. എന്താ മഹിയേട്ടാ, എന്തിനാ കരയുന്നത്? മുറിവ് വേദനിക്കുന്നുണ്ടോ? മഹിയുടെ ഇടത്തെ ഷോൾഡറിൽ ഡ്രസ് ചെയ്ത് വെച്ചിരുന്ന മുറിവിലേക്ക് നോക്കി വെപ്രാളത്തോട് ആരും ചോദിച്ചതും മഹി ഇല്ലെന്ന് തലയാട്ടി. പിന്നെ എന്ത് പറ്റി? അച്ഛനോർത്താണോ? അന്ന് നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിരുന്നെങ്കിൽ ഇന്നെൻ്റെ അച്ഛനിങ്ങനെ കിടക്കില്ലായിരുന്നു. കുറ്റബോധത്തോടെ മഹി പറഞ്ഞു. സാരല്ല മഹിയേട്ടാ, മഹിയേട്ടൻ വിഷമിക്കണ്ട, അച്ഛനൊന്നും വരില്ല.
അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അപ്പം ഈ മനസ്സിൽ പൂട്ടിക്കെട്ടിവെച്ച സ്നേഹമെല്ലാം മഹിയേട്ടൻ അച്ഛന് മുന്നിൽ തുറക്കണം. അച്ഛന് ഒത്തിരി സന്തോഷമാകും. മഹിയെ ആശ്വസിപ്പിച്ച് ആരും പറഞ്ഞത് മാഹി സമ്മതഭാവത്തിൽ തലകുലുക്കി. അമ്മേ, ഇവിടെ വന്നിരിക്ക്, അച്ഛനൊന്നും വരില്ല. കുറച്ച് മാറി നിൽക്കുന്ന ഇന്ദുവിനെ നോക്കി ആരും വിളിച്ചു. വേണ്ട, ഞാനിവിടെ നിന്നോളാം. താൻ അവർക്കരികിൽ വന്നിരുന്നാൽ മഹിക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി ഇന്ദു പറഞ്ഞു. ഇവിടെ വന്നിരിക്കമ്മേ. ആര് വീണ്ടും നിർബന്ധിച്ചതും ഇന്ദു മഹിയെ നോക്കി. അവരവരെ നോക്കുന്നുണ്ടെങ്കിലും ആ കണ്ണുകളിലും മുഖത്തും മുമ്പത്തെ പോലെ ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ലായിരുന്നു. എങ്കിലും അവരൊന്നും മടിച്ചു. ആരുവിനരികിൽ ഇനി സീറ്റില്ല, മാഹിക്ക് അരികിലാണ് സീറ്റുള്ളത്. തൻ്റെ മകൻ്റെ അരികിലിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും മാഹിയെ പേടിച്ച് അവർ മടിച്ചു നിന്നു. വീണ്ടും ആര് നിർബന്ധിച്ചതും വേറെ വഴിയില്ലാതെ അവർ മഹിക്കരികിലായുള്ള സീറ്റിൽ വന്നിരുന്നു. മഹിക്കരികിലിരിക്കുമ്പോൾ ആ അവസ്ഥയിലും അവരുടെ ഉള്ളിൽ സന്തോഷം അലതല്ലി. അതിലേറെ മഹിയുടെ ഭാഗത്ത് നിന്ന് എതിർപ്പൊന്നും വന്നില്ലെന്നത് ഇന്ദുവിനെ ഏറെ അതിശയിപ്പിച്ചു. മണിക്കൂറുകൾ വീണ്ടും കടന്നുപോയി. ഇതിനിടയ്ക്ക് ഡോക്ടർ വന്ന് സൂര്യക്ക് കുഴപ്പമൊന്നുമില്ല, രാവിലെ റൂമിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും അവർക്ക് ആശ്വാസമായത്. എങ്കിലും റൂമിൽ പോകാതെ അവരവിടെ തന്നെ ഇരുന്നു. പതിയെ കണ്ണുകൾ മയക്കം പിടിച്ച് വരുമ്പോഴാണ് ഇന്ദുവിനെ തന്റെ തോളിൽ ഒരു ഭാരം അനുഭവപ്പെട്ടത്. കണ്ണുകൾ വലിച്ചു തുറന്ന് സൈഡിലേക്ക് നോക്കി ഇന്ദു കാണുന്നത് തന്റെ തോളിലേക്ക് തലവെച്ച് കിടന്നുറങ്ങുന്ന മഹിയാണ്. ആ കാഴ്ചയിൽ ഇന്ദുവിന്റെ കണ്ണുകൾ വിടർന്നു. സന്തോഷം കാരണം അവരുടെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് സന്തോഷത്തിൽ തന്റെ തോളിൽ തലചായ്ച്ച് കിടന്നുറങ്ങുന്ന മഹിയെ നോക്കിയിരുന്നു. ഈ കാഴ്ച കണ്ട ആര് ചിരിച്ചു. ആ അമ്മക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ അത്ര മതി. ഇനിയെങ്കിലും മഹി ആ അമ്മയെ വേദനിപ്പിക്കാതെ അവരെ സ്നേഹിച്ചാൽ മതിയായിരുന്നെന്ന പ്രാർത്ഥനയായെന്നുള്ളു നിറയെ.